ഇക്കിഗായ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ജപ്പാനീസ് സീക്രട്ട് ടു ഹാപ്പി ലൈഫ്. എപ്രകാരം ഒരു മനുഷ്യന് ഏറ്റവും സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കും. എപ്പോഴും ഏതെങ്കിലും കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുക, അതാണ് അവർ പറയുന്നൊരു വഴി. ഉദാഹരണമായി അവരെടുത്തു വയ്ക്കുന്നത് ഒക്കിനോവ എന്ന് പറയുന്നൊരു ദ്വീപുണ്ട്. ആ ദ്വീപിൽ 22.55% ആളുകൾ 100 വയസ്സിന് മേലെയുള്ളവരാണ്. മറ്റേതൊരു രാജ്യത്തെ അപേക്ഷിച്ച് നോക്കിയാലും ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രായ വ്യത്യാസം, പ്രായ ദൈർഘ്യം ഇവിടെ കാണാൻ സാധിക്കും. അതിനവർ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അവർ പറയുന്നത് ഇപ്രകാരമാണ്: എല്ലാവരോടും നീ ആദ്യമായി കണ്ടുമുട്ടുന്ന ഒരാളോട് പോലെ ആണെങ്കിലും സ്വന്തം സഹോദരനോടെന്ന പോലെ പെരുമാറുക. ജീവിത ദൈർഘ്യത്തിനു വേണ്ടി അവർ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമാണിത്. ഇതെപ്രകാരം പ്രായോഗികമായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാം എന്നവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമ്മുടെ വിളിയും ദൗത്യവും ആന്തരികമായ അവസ്ഥയും എൻ്റെ പുറമേയുള്ള ലോകവും ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്തോഷകരമായി ഇരിക്കുവാൻ പറ്റുന്ന രീതിയെക്കുറിച്ചുള്ള ഒരു വിശകലനമാണിത്. ആത്മാവിൻ്റെ നിറവ് എനിക്ക് സന്തോഷം നൽകേണ്ടതാണ്. എൻ്റെ ഉള്ള് സന്തോഷത്താൽ നിറയുമ്പോൾ ആ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുള്ളതുമാണ്. ആത്മാവ് ഒരുവനിൽ നിറഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ രീതി 2 തരത്തിലാവാം. ഒന്നുകിൽ അവൻ മൗനിയാവാം, അല്ലെങ്കിൽ അവൻ കൂടുതൽ ചലനാത്മകതയുള്ളവനാവാം. രണ്ടും ഇതിൽ സാധ്യതയാണ്. പക്ഷെ മിക്കവാറും നാം കാണുന്ന കാര്യം, ചലനാത്മകത മറ്റുള്ളവർക്ക് കാണുന്ന രീതിയിൽ എപ്രകാരം നമുക്ക് പ്രകടിപ്പിക്കുവാൻ സാധിക്കും. ആത്മാവിൻ്റെ നിറവിലായി കഴിയുമ്പോൾ നിശബ്ദതയിലിരുന്ന് ദൈവത്തെ ധ്യാനിക്കുന്നവൻ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുന്നവൻ കൂടെയുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ഒരു ശൈലിയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ടാണ് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീ വരിക. അത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന രീതിയിലായിരിക്കണം. അത് നീ ആദ്യമായി കാണുന്ന ഒരാളോട് പോലുമാണെങ്കിലും. ആത്മാവിൻ്റെ നിറവിനായി നാം പ്രാർത്ഥിക്കുകയാണ്. നിശബ്ദമായി പോകുന്ന, മന്ദോഷ്ണമായ, മടിപിടിച്ച, അലസത നിറഞ്ഞ, ഒന്നിനോടും ആഭിമുഖ്യമില്ലാതെ എന്നിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്ന സ്വാർത്ഥതയുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും നിമിഷങ്ങളിലേക്കും ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് വസിക്കുമ്പോൾ എനിക്കെങ്ങനെ നിശബ്ദനായിരിക്കുവാൻ സാധിക്കും? നിശബ്ദമായി പോകുന്ന നിമിഷങ്ങളെ നമുക്ക് ഓർക്കാം. ദൈവത്തിൻ്റെ ആത്മാവെ നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നീ എന്നിൽ നിറയുന്ന ഈ നിമിഷങ്ങളിൽ മന്ദോഷ്ണമായ എൻ്റെ ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ നിമിഷങ്ങളിലേക്ക് നീ കടന്നു വരണമേ. കത്തിജ്വലിച്ച് വിശുദ്ധീകരിച്ച് കൂടെയുള്ളവർക്ക് നന്മ നൽകുവാൻ, വിശുദ്ധിയാകുവാൻ, സന്തോഷമാകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.